ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മൂളത്തോരനാണ്. മൂള എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. മാത്രമല്ല, എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ കാണുകയാണെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലൈക്കൺ അമർത്തി ആളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു മൂളയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിനായിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പോളം ചുമന്നുള്ളി, 2 പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിയുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവേ. പിന്നെ വേണ്ടുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 3 സ്പൂണോളം നമ്മളുടെ തേങ്ങ തിരിങ്ങിയത്, പിന്നെ 1/2 ടീസ്പൂണോളം പെരുംജീരകം എടുത്തിട്ടുണ്ട്, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അത് വൃത്തിയായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളവും സ്വല്പം ഉപ്പും മഞ്ഞയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. മൂള വേവാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാവേ. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് തേങ്ങയും മഞ്ഞയും പെരുംജീരകവും മുളകും കൂടെ ചതച്ചുകൊണ്ട് വരാം. ഉള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം കൊണ്ട് ഇട്ട് കൊടുക്കാവേ. ചെറുതായിട്ടൊന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചുമന്നുള്ളി ചതച്ചതോടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഒഴിക്കാം. ഇവിടെ ഇഞ്ചിയുടെയൊക്കെ ആ പച്ചരി ചുവപ്പുണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മുട്ട നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിനകത്തോട് വയ്ക്കാവേ. മുട്ടയെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഉള്ളി കൂടെ ചേർത്തൊന്ന് ചിക്കിയെടുക്കാം. വെച്ചിരിക്കുന്ന മൂളയെ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൂളയ്ക്ക് 2 മുട്ട എന്നുള്ള കണക്കിലാണ് ഞാൻ ചേർത്തേക്കുന്നത്. എനിക്ക് ഒരു മൂളയെ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത്. നിങ്ങൾക്ക് തോനെയും ഇത് ഫുള്ളായി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്തിയാൽ മതിയേ. ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കി വെച്ചേക്കുന്ന ആ തോരൻ്റെ അരപ്പുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കാവേ. നമ്മുടെ മൂളത്തോരൻ റെഡിയായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയതായി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. താങ്ക് യു.